പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. ആത്മരക്ഷ മിനിസ്ട്രിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. എന്നാൽ ഞാൻ അതിന്റെ 6-ന്റെ 35-36 വാക്യത്തിൽ നിന്നാണ് സംസാരിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ആ വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശം. നേരം നന്നേ വൈകി. ഭക്ഷിപ്പാൻ ഇല്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിനെ അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം 5 അപ്പവും 2 മീനും എടുത്ത് 5000 പേരെ പോഷിപ്പിച്ച വേദഭാഗത്തിൽ നിന്നാണ് ഞാൻ സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇവിടെ ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളെക്കാൾ അധികമായി ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളാണ് മർക്കോസ് രേഖപ്പെടുത്തുന്നത്. ക്രിസ്തു പ്രസംഗിക്കുന്നവൻ മാത്രമല്ല, പ്രവർത്തിക്കുവാൻ കൂടിയായിരുന്നു. താൻ ആരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനും ദൈവവുമായി തന്റെ ഐക്യത വെളിപ്പെടുത്തുവാനുമാണ് ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിലെ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ മാനുഷിക പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ശിഷ്യന്മാരെ യേശു കർത്താവിനോട് പറഞ്ഞ 4 ചിന്തകളാണ് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് തൻ്റെ ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറഞ്ഞത്, നാഥ, ഇത് നിർജ്ജന പ്രദേശമാണല്ലോ. രണ്ടാമതായിട്ട്, നേരം നന്നായി വൈകി. 3, ഭക്ഷിപ്പാൻ ഒന്നുമില്ല. 4, അവരെ പറഞ്ഞയക്കണം. ഈ 4 ചിന്തകളാണ് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മാനുഷികമായ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ശിഷ്യന്മാർ ഇപ്രകാരം പറഞ്ഞത്. നാഥ, ഈ സ്ഥലം മരുഭൂമിയാണല്ലോ. മരുഭൂമി എന്ന് പറഞ്ഞാൽ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമെന്നും ശൂന്യമായ സ്ഥലമെന്നും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ സ്ഥലം നിർജ്ജന പ്രദേശമാണെന്ന് പറയുമ്പോൾ തന്റെ ശിഷ്യന്മാർ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മാനുഷിക പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ള ചിന്തകളാണ് ശിഷ്യന്മാരെ അടക്കി ഭരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, നാഥ, അവര് സുവിശേഷം കേട്ടിട്ട് വഴിയിൽ വെച്ച് പോകുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ അവർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇതാണ് തന്റെ ശിഷ്യന്മാരുടെ ആ ഹൃദയത്തിലെ വേദനകൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ മാനസിക അവസ്ഥ കണ്ടിട്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് ഇത് പറയുവാനായിട്ട് ഇടയായത്. ഈ സ്ഥലം മരുഭൂമിയാണല്ലോ, ഇത് നിർജ്ജന പ്രദേശമാണല്ലോ, ഇത് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണല്ലോ, ഇത് ശൂന്യമായ സ്ഥലമാണല്ലോ എന്ന് തന്റെ ശിഷ്യന്മാർ പറയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാനായിട്ട് കഴിയും, ഇത് നിർജ്ജന പ്രദേശമാണല്ലോ എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ യെശയ്യാ പ്രവചനം 43-19 വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദിയും ഉണ്ടാക്കും. മരുഭൂമിയിൽ ഒരു വഴിയൊരുക്കുവാൻ സ്വർഗത്തിലെയും മതിയായവനാണ് ദൈവത്തിന്റെ പൈതലേ. ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ജനം മോശയോട് ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? കഴിയും. ദൈവത്തിന്റെ പൈതലേ, മരുഭൂമിയുടെ അവസ്ഥയിലും സ്വർഗത്തിലെയും പ്രവർത്തിക്കും. ഹാഗാറിനോട് മരുഭൂമിയിൽ വന്ന് ദൂതൻ സംസാരിച്ചെങ്കിൽ, യോഹന്നാനോട് മരുഭൂമിയിൽ വന്ന് ദൈവം സംസാരിച്ചെങ്കിൽ, മരുഭൂ യാത്രയിലും സ്വർഗത്തിലെയും പ്രവർത്തിക്കും. മോശയ്ക്ക് നേരെ പിറുപിറുത്തപ്പോൾ, ദൈവത്തിന് നേരെ പിറുപിറുത്തപ്പോൾ അവർക്ക് സ്വർഗത്തിലെ ദൈവം മന്ന പൊഴിപ്പിക്കുവാനായിട്ടിടയായി. ഏതെല്ലാം ടേസ്റ്റ് ആണോ അതേ ടേസ്റ്റിലാണ് അന്ന് മന്ന അവർക്ക് കൊടുത്തത്. അത് മാത്രമല്ല, ഇറച്ചിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവർക്ക് കാട ഇറച്ചി കൊടുക്കുവാനായിട്ടിടയായി. നമ്മൾ പറയാറുണ്ട് 1000 കോഴിക്ക് അരക്കാട എന്ന്. അങ്ങനെ നല്ല കാട ഇറച്ചി അവർക്ക് കൊടുത്തു. സ്വർഗത്തിലെ ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ സകലത്തിനും മരുഭൂമി യാത്രയിൽ പ്രവർത്തിക്കുവാൻ പ്രാപ്തനാണ്. അവർക്ക് വെള്ളമില്ലെന്ന സാഹചര്യത്തിൽ കൈപ്പേറിയ മാറായിലെ വെള്ളം കടന്നു വന്നപ്പോൾ അവർക്ക് മധുരമായ വെള്ളം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ കാലിലെ ചെരുപ്പ് 40 വർഷം തികഞ്ഞു പോയില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. മരുഭൂമിയിലും ദൈവത്തിന് പ്രവർത്തനമുണ്ട്. നോക്ക്, ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ അവർ ആയിരിക്കുന്ന സാഹചര്യത്തെ സ്വർഗത്തിലെ ദൈവം അവരോട് അത്ഭുതം ചെയ്തെങ്കിൽ ഇതാ ശൂന്യമായ പടകുകൾ എടുക്കുന്നു. ഗന്നേസരത്ത് തടാകത്തിലെ ഗലീല കടലിൽ നാദാ, രാത്രി മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചിട്ട് ഒരു ചെറുമീൻ പോലും, ഒരു നത്തിൾ പോലും ലഭിച്ചില്ല എന്ന് പത്രോസ് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പടകിൽ എന്തെങ്കിലും ലഭിക്കണം. അവന്റെ ഒരു ജീവിത മാർഗമായിരുന്നു. എന്നാൽ ശൂന്യമായ പടകിലേക്ക് എൻ്റെ യേശു കർത്താവ് നോക്കുവാനായിട്ടിടയായി. ശൂന്യമായ പടക് നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. ശൂന്യതയിലും കർത്താവ് പ്രവർത്തിക്കും, മരുഭൂമിയുടെ അവസ്ഥയിലും കർത്താവ് പ്രവർത്തിക്കും. നിന്റെ വിഷയം
വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ആകട്ടെ, ഇന്ന് രാത്രിക്കാലം ഏതെങ്കിലും ആകട്ടെ, ഈ വചനപരിധിയിൽ നീ ആയിരിക്കുന്നെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് മരുഭൂമിയിലും അതേ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തും ശൂന്യമായ പടകിലും സ്വർഗത്തെയും പ്രവർത്തിക്കുവാനായിട്ട് കഴിയുമെന്ന് മറന്നു പോകണ്ട. ഇവിടെ സംഭവിച്ചത് ഇപ്രകാരമാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, പത്രോസേ പടകിന്റെ വലതുഭാഗത്ത് വലയിറക്കാനായിട്ട് പറഞ്ഞു. ആ വാക്കിന് പത്രോസ് വല ഇറക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ടിടയായി. യേശു കർത്താവ് എന്താണ് നിന്നോട് കൽപ്പിച്ചതെങ്കിൽ അത് നീ ചെയ്യുകയാണെങ്കിൽ അത്ഭുതം ചെയ്യുവാനായിട്ടിടയാകും. പടക് നിറയെ മത്സ്യം ലഭിച്ചു മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാനും ഇടയായി. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വഴിയിൽ മത്സ്യം പിടിക്കുന്നവനല്ല, അവനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി സ്വർഗം മാറ്റുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നത്, മരുഭൂമിയുടെ അവസ്ഥയിലും ശൂന്യതയുടെ അവസ്ഥയിലും സ്വർഗത്തിലെ ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ഇപ്രകാരം ശിഷ്യന്മാർ പറഞ്ഞു, അതെ, നേരം നന്നായി വൈകി. എത്ര നേരം വൈകിയാൽ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഹബക്കൂക്ക് പ്രവാചകൻ 2:3 വാക്യം ഇപ്രകാരം പറയുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഹബക്കൂക്കിനോട് ഇപ്രകാരം പറഞ്ഞു, ഹബക്കൂക്കേ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ നിന്റെ ദർശനത്തിനൊരു അവധിയുണ്ട്. ആ അവധിക്ക് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഹബക്കൂക്ക് പ്രവാചകനോട് സ്വർഗത്തിലെയും പറയുവാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ബലകമേൽ നിന്റെ ആവശ്യങ്ങൾ നീ എഴുതി ദൈവത്തിന്റെ പേരിൽ. എത്ര വൈകിയാലും അതിനായി നീ കാത്തിരിക്കണം, അത് വൈകിയാലും വരുമെന്ന് അതേ പ്രവാചകൻ വ്യക്തമായി പറയുമ്പോൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. അത് ഏത് വിഷയങ്ങളായാലും, നാറ്റം വെച്ച വിഷയങ്ങളായാലും സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണെന്ന് മറന്നു പോകേണ്ട. ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിന്റെ 2 വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറാ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അതിനൊരു അവധിയുണ്ട് ദൈവത്തിന്റെ വഴിയിൽ. അബ്രഹാമിന് 75 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇസാക്കിനെ തരാമെന്ന്, വാഗ്ദത്ത സന്തതിയെ തരാമെന്ന് അബ്രഹാമിനോട് പറയുന്നത് സ്വർഗത്തിലെ ദൈവം. അങ്ങനെയാണെങ്കിൽ അവന് 100 വയസ്സായപ്പോൾ 25 വർഷം ആ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവധിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഏത് വിഷയങ്ങളായാലും, എത്ര ദൈവത്തിൻ്റെ പേരിൽ അതേ നീ നിരാശപ്പെട്ട വിഷയങ്ങളായാലും, ഇതുവരെയും മറുപടി തന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം വൈകിട്ട് ദൈവത്തിൻ്റെ പേരിൽ ദർശനത്തിനൊരു അവധിയുണ്ട്. ആ ദർശനം നിന്റെ ഹൃദയത്തിൻ്റെ പലകമേൽ നീ എഴുത്. അങ്ങനെയാണെങ്കിൽ സ്വർഗം നിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദപരിധിയിൽ ആരെല്ലാം ഉണ്ടോ, നീ വിശ്വസിക്കുകയാണെങ്കിൽ, അത് ദർശനത്തിനൊരു അവധിയുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു കർത്താവ് കടന്നു വന്നു. ലാസർ മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിലാണ് യേശു കർത്താവ് കടന്നു വരാനായിട്ട് ഇടയായത്. യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം 4 ദിവസം കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം. യഹൂദന്മാരുടെ ഇടയിലേക്ക് യേശു കർത്താവ് കടന്നു വന്നിട്ട് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് ഇടയായി. ആദാ, നീ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ലാസർ, എൻ്റെ ആങ്ങളെ മരിച്ചു പോകില്ലെന്ന് അത് മറിയ പറഞ്ഞപ്പോൾ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വം കാണുമെന്ന് സ്വർഗത്തിൽ യേശു കർത്താവ് പറയുവാനായിട്ടിടയായി. എത്ര നാറ്റം വെച്ച വിഷയങ്ങളായാലും, ഇന്ന് എത്ര വൈകിയാലും, അതിൻ്റെ മുകളിൽ നിനക്കൊരു തീർപ്പ് കൽപ്പിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. മരിച്ച ലാസറേ, ലാസറേ എന്ന് വിളിച്ചപ്പോൾ അത് പുറത്തേക്ക് വരുവാനായിട്ടിടയായി. അവൻ്റെ കെട്ടുകൾ അഴിഞ്ഞു, അവനൊരു പുതിയ മനുഷ്യനായി മാറിയെങ്കിൽ, അവൻ്റെ ആത്മാവ് മടങ്ങി വന്നുവെങ്കിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ഈ യേശു കർത്താവിനെ നിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കുക, ഒരു പുത്തൻ സൃഷ്ടിയായിട്ട് മാറ്റുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം മതിയായവനാണെന്നും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആത്മാവിനെ മടക്കി വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. ദൈവത്തിൻ്റെ വഴിയിൽ ഒരു പുതിയ സൃഷ്ടിയുടെ ജീവിതമാണ് സ്വർഗം നമ്മെക്കുറിച്ച് അവിടെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ലാസർ മരിച്ചു, അവൻ ഉയർത്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ട് എന്ന് മറന്നു പോകണ്ട. അതാണ് കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചത്. എത്ര നാറ്റം വെച്ചാലും, എത്ര വർഷം കഴിഞ്ഞാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ നീ എടുക്കപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. അത് കണ്ണുമിഴിക്കുന്നിടയിൽ നീ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പൗലോസ് പറയുമ്പോൾ അതങ്ങനെ സംഭവിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. രണ്ടാമതായിട്ട്
നമ്മൾ ചിന്തിച്ചത്, നാഥ നേരം നന്നായി വൈകി, ഇനി എങ്ങനെ പ്രവർത്തിക്കും? ശിഷ്യന്മാരുടെ ഉള്ളിൽ മാനുഷിക പരിമിതി വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, വ്യക്തമായിട്ട് നമുക്കറിയാമല്ലോ. മാനുഷികമായ പരിമിതി മാറ്റിവെച്ചിട്ട് ഇന്ന് ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് എത്ര വൈകിയാലും അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എത്ര വൈകിയാലും ഏത് വിഷയങ്ങളുടെ മുകളിലും കർത്താവ് പ്രവർത്തിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രിയ ഭവനത്തിലേക്ക്, മക്കളില്ലാത്തൊരു പ്രിയ ഭവനത്തിലേക്ക് എൻ്റെ കർത്താവ് എന്നെ അയപ്പാനായിട്ടിടയായി. ആത്മാവ് പറഞ്ഞു, ആ പ്രിയ മകൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു പോയപ്പോൾ അവരുടെ മാതാപിതാക്കളുണ്ടായിരുന്നു. ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്ത വിഷയ. ഞാൻ പോയി കൈവച്ച് പ്രാർത്ഥിപ്പാനായിട്ടിടയായി. എല്ലാവരും കരയുക, ഞാനും കരയാനായിട്ടിടയായി. കരഞ്ഞ മാത്രയിൽ ആ കുഞ്ഞ് കരഞ്ഞിട്ട് ഇപ്രകാരം ചോദിച്ചു, ഇതെപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ദർശനത്തിനൊരു അവധിയുണ്ട് മകള്, ഹബക്കൂക്ക് പ്രവചനം ധ്യാനിക്കെന്ന് പറഞ്ഞു. വ്യക്തമായി ആ കുഞ്ഞ് ധ്യാനിച്ചപ്പോൾ 2.5 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഗർഭിണിയായി. മാത്രമല്ല ഇന്ന് 3 കുഞ്ഞുങ്ങൾ അവൾക്കുണ്ട്. ദൈവത്തിന്റെ വഴിയിലെ ദർശനത്തിന്റെ അവധിയുണ്ട്. ആ അവധിക്ക് എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. പ്രൈസലോ, എത്രയോ അത്ഭുതങ്ങൾ ഈ പാവപ്പെട്ട എന്നിൽ കൂടെ ചെയ്തിട്ടുണ്ടെന്നറിയോ? സർവ്വമഹത്വം എൻ്റെ കർത്താവിന് ഞാൻ കൊടുത്തിട്ട് പറയട്ടെ, എൻ്റെ കർത്താവ് എത്ര വൈകിയാലും പ്രവർത്തിക്കാൻ മതിയായവനാണ്. ദൈവത്തിന് സ്വത്രം, അത്ഭുതം ചെയ്യുന്നവനാണെന്ന് മറന്നു പോകരുത്. കല്ലറക്കി കടന്നു വന്ന കർത്താവ് ഏത് നാറ്റം വെച്ച അവസ്ഥയിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, ഭക്ഷിപ്പാൻ ഒന്നുമില്ല. ഇന്നത്തെ വിഷയം അതാണല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31-32 വാക്യം ഞാനിവിടെ വായിക്കാം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഭക്ഷിപ്പാൻ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ മേശൊരുക്കിയ കർത്താവ്, മന്ന പൊഴിപ്പിച്ച കർത്താവ്, പുതിയ നിയമത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ യേശു കർത്താവ് അത്ഭുതം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 5 അപ്പവും 2 മീനും എടുത്ത് 5000 പേരെ പോഷിപ്പിച്ചു എന്നല്ല വേദപണ്ഡിതന്മാർ പറയുന്നത്. ഏകദേശം പുരുഷന്മാരും സ്ത്രീകളടക്കം 15000 പേരെ പോഷിപ്പിച്ചു എന്ന. അങ്ങനെ ആകട്ടെ ദൈവത്തിന്റെ പതില്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവനോ ഒരു നന്മയ്ക്കും കുറവില്ല, അവനെ സ്വർഗം വഴി നടത്തും. 33-ാം വാക്യം ഇപ്രകാരം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്താ ലഭിക്കുക? റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പ്രകാരം പറയുന്നു, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിറവ് വന്നു, നിന്റെ വയറിന്റെ അകത്ത് നിറവ് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ യേശു കർത്താവ് ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഒരുപാട് സമയമായപ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് അവർക്ക് വിശന്ന സാഹചര്യത്തിൽ അവരെ അയപ്പാനായിട്ടിടയായി. അവർ വയറ് നിറഞ്ഞ് തൃപ്തിയോടുകൂടെ 5 അപ്പവും 2 മീനും എടുത്ത സ്വർഗത്തിലെ ദൈവം ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് കൊടുത്തപ്പോൾ 10000 പേരെ തന്നെ പറയട്ടെ പോഷിപ്പാനായിട്ടിടയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഭൗതികമായിട്ടുള്ള വയറിൻ്റെ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനായിട്ട് സ്വർഗത്തെയും ഇടയാക്കി എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭക്ഷിപ്പാൻ തരുവാൻ, നിന്റെ ജീവിതത്തിൽ സകലവും തരുവാൻ അവൻ മതിയായവനാണ്. സ്വർഗത്തിലെ ദൈവം ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുന്നു പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, സിംഹക്കുട്ടികളും ഒരുപക്ഷെ ഇരകിട്ടാതെ വിശന്നിരുന്നെന്ന് വരും. എന്നാൽ തൻ്റെ മക്കൾക്ക് അവൻ എത്ര അധികം കൊടുക്കുമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു. 3, അവൻ ഭക്ഷിപ്പാനില്ലെങ്കിലും അവൻ അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. 4-മതായിട്ട് അവർ ഇപ്രകാരം പറഞ്ഞു, അവരെ പറഞ്ഞയക്കണം. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്ത് നീ അവരെ പറഞ്ഞയക്കണം. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകാൻ പാടില്ല. യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ആരെല്ലാം വന്നിട്ടുണ്ട് അവരെ എല്ലാം യേശു പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കാം. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാരടുക്കെ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചും കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഈ വ്യക്തിയെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കനാന്യ സ്ത്രീ, യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ശമരിയ സ്ത്രീ, ഒരു പുറജാതിക്കാരിയെ യേശു അംഗീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ
പുറകെ അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരോട് പറയുക, ഓ ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന് യേശു കർത്താവിനോട് പറഞ്ഞപ്പോൾ യേശു കർത്താവ് ആ ഭൂതത്തിന്റെ മേൽ അത്ഭുതം ചെയ്ത് അതെ ആ മകൾക്ക് വിടുതൽ കൊടുക്കുവാനായിട്ടിടയായി. ഇന്ന് യേശു കർത്താവിന്റെ അടുത്തേക്ക് നീ കടന്നു വന്ന ദൈവത്തിന്റെ പേര് അവൻ നിന്നെ തള്ളിക്കളയില്ല. സന്തോഷത്തോടുകൂടെ നിന്നെ വിടുതൽ തന്ന് അവൻ അയക്കുവാനായിട്ടിടയാകും. യേശു കർത്താവിന്റെ അടുത്തേക്ക് ഒരു യൗവനക്കാരൻ കടന്നു വന്നു. അവൻ സമ്പത്തുള്ളവനാകായിരുന്നു. അവൻ മാത്രമേ ദുഃഖിച്ചു പോയുള്ളൂ. മറ്റുള്ളവരെല്ലാം യേശു സൗഖ്യം കൊടുത്തിട്ടുണ്ട് ദൈവത്തിന്റെ ബദല്. ഇന്ന് കോർന്നലിയോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കോർന്നലിയോസ് പുറജാതിക്കാരനായിരുന്നു. അവനെ സ്വർഗത്തിലും കാണുവാനായിട്ടിടയായി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ അവൻ നിന്നെ പറഞ്ഞയക്കുവാനായിട്ട് ഇടയാകും. യേശു കർത്താവ് അവളുടെ വിശ്വാസം കണ്ടപ്പോൾ, അവളുടെ വിശ്വാസമാണ് ഞാൻ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാബോക്കിന്റെ കടവിൽ വെച്ച് മല്ലുപിടുത്തം നടത്തിയതുപോലെ അവൾ മല്ലുപിടിക്കാനായിട്ടിടയായി. നീ എന്നെ അനുഗ്രഹിക്കണം, നീ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സ്വർഗം അത്ഭുതം ചെയ്തു. ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമമിടട്ടെ. ഒന്ന്, ഞാൻ പറഞ്ഞത് ഇത് നിർജ്ജന പ്രദേശമല്ലോ എന്ന് ശിഷ്യന്മാർ പറയാനായിട്ടിടയായി. രണ്ടാമതായി ശിഷ്യന്മാർ പറഞ്ഞത് നേരം നന്നായി വൈകിയല്ലോ നാഥാ. മൂന്നാമതായിട്ട് ശിഷ്യന്മാർ പറഞ്ഞത് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. നാലാമതായിട്ട് അവരെ ഒന്ന് പറഞ്ഞയക്കണം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഏത് സമയത്തും എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യത്തിലും അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണെന്ന് മറന്നു പോകരുത്. ഈ വചനപരിധിയിൽ ആരെങ്കിലും വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് എൻ്റെ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ, അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ നാനാഭാഗത്തും യൂട്യൂബിൽ കൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ പോലെ ഇന്ന് യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? നിരാശപ്പെട്ട ജീവിതമായിട്ടാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എൻ്റെ യേശു മതിയായവനാ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ അനുഭവ ജീവിതത്തിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക. കണ്ണുകൾ അടച്ചാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവിൻ നല്ല ദൈവമേ, ഇന്ന് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കർത്താവ് നീ അത്ഭുതം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കുന്നവരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്ന് വാക്ക് ചെയ്ത കർത്താവേ, നിന്റെ മക്കളുടെ ഭാരത്തോടുകൂടി ചില വിഷയങ്ങളുടെ മേൽ ആയിരിക്കുന്നെന്ന് അറിയുന്നു കർത്താവേ. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ പേരും നിന്റെ ആത്മാവിനെ നീ അയച്ച് അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്നാൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവേ. നീ മരുഭൂമിയിലും പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് കണ്ടല്ലോ കർത്താവേ. നേരം വൈകിയാലും അത്ഭുതം ചെയ്യുവാൻ പ്രാപ്തനാണെന്ന് നിങ്ങൾ കണ്ടല്ലോ കർത്താവേ. ഹന്നയുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവേ, എത്ര വൈകിയാലും ഏത് വിഷയത്തിൻ്റെ മേലും സാറയുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവേ, ഇന്ന് കർത്താവെ മക്കളില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർ വിഷയത്തിന് മേൽ നീ അത്ഭുതം ചെയ്താട്ടെ. ഏതെല്ലാം നാറ്റം വെച്ച വിഷയമാണ് അവരുടെ ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് സ്വർഗത്തിലെയും അതിനു മുകളിൽ പ്രവർത്തിച്ചാട്ടെ കർത്താവേ. നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഈ ശബ്ദപരിധിയിൽ ആരെല്ലാം ഈ വചനം കേട്ടിട്ട് പ്രാർത്ഥനയിലായിരിക്കുന്നു അവരുടെ ജീവിതത്തിലെല്ലാം അത്ഭുതം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപ കൂടെ ഇരിക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം. എല്ലാ വിഷയങ്ങൾക്കും നീ മറുപടി തന്നതിനായി നന്ദി കർത്താവേ. അടിയനത് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ തന്നെ മക്കളുടെ ഭാരങ്ങളുടെ മേൽ നീ അത്ഭുതം ചെയ്തതിനായി നന്ദി കർത്താവേ. നന്ദി കർത്താവേ. പ്രവർത്തിനായി നന്ദി. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഈ ആത്മരക്ഷ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ ദയവായിട്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.